ലഹരിക്കെതിരായ എസ്എഫ്ഐയുടെ പോരാട്ടം വെറും വാക്കാകുന്നു. എസ്എഫ്ഐ നേതാവ് ഹോസ്റ്റൽ മുറിയിൽ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. പേരൂർക്കട ലോ അക്കാദമിയിലെ LLM വിദ്യാർത്ഥിയും എസ്എഫ്ഐ തിരുവനന്തപുരം പേരൂർക്കട ഏരിയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ആനന്ദിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അതേസമയം സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയാനുള്ള നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗവും വിളിച്ചു. അതേപോലെ മനസ്സിലാവുന്നില്ല. ലഹരിക്കെതിരായ എസ്എഫ്ഐയുടെ പോരാട്ടം വെറും വാക്കാകുന്നു. എസ്എഫ്ഐ നേതാവ് ഹോസ്റ്റൽ മുറിയിൽ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. പേരൂർക്കട ലോ അക്കാദമിയിലെ LLM വിദ്യാർത്ഥിയും എസ്എഫ്ഐ തിരുവനന്തപുരം പേരൂർക്കട ഏരിയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ആനന്ദിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അതേസമയം സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയാനുള്ള നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗവും വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് അഭിരാജിനെ എസ്എഫ്ഐയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി പുറത്തേക്ക് വരുന്നത്. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, വിശദാംശങ്ങൾ. വിനീഷ്, കേൾക്കാമെങ്കിൽ തുടരാം. ദേവിക, സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ലഹരി മാഫിയയുടെ സംഘം അല്ലെങ്കിൽ ലഹരി വിൽപ്പന, ലഹരിയുടെ ഒരു അതിവ്യാപനം സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഒരു പ്രത്യേക യോഗം വിളിച്ചിട്ടുള്ളത്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുള്ളത്. അത് നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനം വലിയ ലഹരിയുടെ പ്രശ്നത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവതലമുറ ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സംസ്ഥാനം നീങ്ങുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി അവലോകന യോഗം വിളിച്ചിരിക്കുന്നത്. അവലോകന യോഗത്തിൽ വിവിധ വകുപ്പുകൾ, പ്രത്യേകിച്ച് സുരക്ഷാ വിഭാഗത്തിൽ നിന്ന് പോലീസിന്റെ ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ, ആരോഗ്യ മേഖലയിലെ മറ്റു വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ലഹരിക്കെതിരായ ഈ ഒരു യോഗം ചേരുക. ഉടനെ തന്നെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള യോഗം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ലഹരി ഉൽപ്പന്നങ്ങൾ ദിനംപ്രതി അല്ലെങ്കിൽ വർഷാവർഷം കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള യോഗം വിളിച്ചിട്ടുള്ളത്. ദേവിക.